ശ്രീനി പറയുന്ന മുഴുവൻ എനിക്ക് മനസ്സിലാവും. തന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയായിരിക്കും സ്റ്റാൻഡ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവള് കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന്റെ പുറകില് മറ്റൊന്നുമല്ല. അത് ഷുവറാ, പേടിച്ചിട്ടാ. വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പേടി. പക്ഷേ ഞാൻ പറയുന്ന പ്രശ്നം അതൊന്നുമല്ല. ഇത് ഈ കല്യാണം നടക്കാതിരുന്നാല് ശേഖരമ്മയുടെ അവസ്ഥ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ. ബട്ട് എന്റെ ഒരു ചോദ്യത്തിന് താൻ ഉത്തരം പറ. ഞാനെല്ലാം മറക്കാം, ജാനകിയെ കെട്ടാം. പക്ഷെ പച്ചയ്ക്ക് ചോദിക്കട്ടെ, അവൻ കാർത്തികേയൻ ഞാൻ കുറെ നാൾ കൊണ്ടുപോയി പാർപ്പിച്ച ചരക്കിനെയാണ് ഇതാ അവനിപ്പോ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു നടന്നാൽ? എടോ, ഞാൻ അത്ര വലിയ പുണ്യാത്മാവൊന്നുമല്ല അങ്ങനെ വല്ലതും കേട്ടാ ചുമ്മാ ചിരിച്ചു കളയാൻ. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രയാസമാണ്. പരസ്പരം കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലാത്ത ഡിസ്റ്റൻസിലേക്ക് ഒന്നുകിൽ അവൻ പോണം, അല്ലെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് പോണം. നിങ്ങളെങ്ങോട്ട് പോകാൻ? അവൻ പോയാ മതി. പറഞ്ഞയക്കാൻ ഞാൻ അവനെ പറഞ്ഞയക്കാം. അതേ ഈ പ്രശ്നങ്ങൾ തീരാൻ വഴിയുള്ളൂ. സ്വമനസാലെ ശേഖരൻ മോളെ നിനക്ക് തരില്ല. ആരെ വേണേലും വിവാഹം ചെയ്തോളൂ, ഒരിക്കലും നിന്നെ ആവരുതെന്ന് ശേഖരൻ മോളോട് സത്യം ചെയ്ത് വാങ്ങി. അത് സുഹറ പറഞ്ഞിട്ടുള്ള അറിവാണ്. എന്താ തന്റെ ഭാവം? ഈശ്വര, അവൻ എന്ത് ഭാവിച്ചാലും നടക്കും. നടത്താൻ പോന്നവനാ കാർത്തികേയൻ. ആ പെൺകുട്ടി പക്ഷെ ശേഖരനെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പാ? പാടില്ല, ധിക്കരിക്കാൻ പാടില്ല. ഇവിടെ അവന്റെ ജീവിതം തോൽവികളുടെ തുടർച്ചയാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ബാല്യത്തിന്റെ കളിയരങ്ങിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇന്ന് ഞാൻ ഭീമനും അവൻ കീചകനുമാണ്. ഈ വയസ്സുകാലത്ത് സ്വന്തം മോളോട് അവനെ ചതിച്ചാൽ താങ്ങില്ലടോ അവനെ പോലൊരു ദുർബലൻ. വാര്യരപ്പ, നമുക്ക് ആ വിഷയം വിടാം വാര്യരപ്പ. വിവാഹത്തെ കുറിച്ചുള്ള ചിന്തകളൊന്നുമല്ല. ഞാൻ അതിലും വലിയ ത്രില്ലില്ല വീണ്ടും അച്ഛന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിന്റെ. എനിക്കത് മതി. ഞങ്ങള് വയസ്സന്മാരാരെങ്കിലും ശേഖരനെ ഒന്ന് കാണണോ? അതൊരു കാര്യം, അതിന്റെ ഒന്നും ആവശ്യമില്ലേക്കാ. വാ, നീ കുടിക്കും അല്ലേ? ഞാനെങ്ങനെ നീ എങ്ങനെ കുടിക്കും എന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, അതും ആരോ എന്നോട് പറഞ്ഞല്ലോ. ബക്കാടി വൈറ്റം ഇളനീര് ചേർത്ത്. ഞാനും കുടിച്ചിരുന്നത് കരിക്കൻ വെള്ളം ചേർത്താ, പക്ഷെ നാടൻ മാറ്റിലാണെന്ന് മാത്രം. അറിയാം, ഞങ്ങളുടെ ജനറേഷൻ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുക. പല കാര്യങ്ങളിലും ഞങ്ങളുടെ മുഴുവൻ ഹീറോ ഇന്നും അച്ഛനാണ്. മോനെ, കരള് വെന്ത് വെണ്ണീറാവൂട്ടോ ഇവരുടെ റൂട്ടില് പോയാ. അതിന് കുടീന്നല്ല പറയാ, മൂക്കറ്റം വെള്ളത്തില് നീരാട്ട്. എന്നിട്ട് എന്താ പറ്റിയേ? ഇപ്പോഴും നിൽക്കുന്ന കണ്ടില്ലേ പന പോലെ. കുടി നിർത്തി 4 മാസം കഴിഞ്ഞപ്പോ പേരിനൊരു പനി വന്നാ ഭരതൻ ചത്ത്. ഇയാൾ എന്താ ചെയ്യാ ഈശ്വര? ഇന്നൊരു പൂശു പൂശിയാലോ എന്ന് ആലോചിക്കുന്നത്. എത്ര വർഷമായി. ഭാനുമതി എന്ന പുണ്യം നെറുകയിൽ തീർത്ഥമായി വീണത് തൊട്ട് അശുദ്ധി വരുത്തിയിട്ടില്ല മനസ്സിനും ശരീരത്തിനും. ഒരു രാത്രി മാത്രം ഒന്ന് തിരിച്ചു പോവാം. ബാക്ക് ടു ദ പാസ്റ്റ്. എന്തുണ്ടോ തരാൻ? എന്തും. പഴയ ഫേവറേറ്റ് നാടൻ വേണമെങ്കിൽ അതും. ഗുഡ്. ഞാനും കുറുപ്പും ഹൈദ്രോസും കൂടെ നിങ്ങൾ കുട്ടികളും. എന്താടോ, തനിക്കും വേണോ? ഒരെണ്ണം കീച്ചടോ. ഇനി ആരെ കാണിക്കാൻ കൊണ്ട് നടക്കുക ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ്? എന്താടോ നോക്കിയിരിക്കണേ? റെഡി? നീ ഇപ്പൊ എന്താ അവരോട് പറഞ്ഞേ? സവാരി ഗിരിഗിരിന്നോ? അത് ഈ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ യാത്രകൾ എവിടെന്നോ നാവിൽ കയറി പറ്റി ഇറങ്ങിപ്പോണില്ല. അത് അങ്ങനല്ല, അതൊരു പാട്ടാ. സംതിങ് ലൈക്ക് എ ഫോക്ക് സോങ്. സവാലങ്കിടി ഗിരി ഗിരി സൈതാപ്പെട്ട് വടകറി മുട്ടാമ്പാറ് ജാങ്കറി സോമ്പപ്പടി നൈന നൈന. ഉണ്ടക്കൽനാ. ഹലോ, യെസ്, അതെ, എവിടെ? ആ ശരി ശരി. ഉവ്വ, ഞാൻ എൻ്റെ വണ്ടി വന്നോളാം. ഉവ്വ ഉവ്വ. ആ, ജാനകിയുടെ അച്ഛൻ എന്നെ കാണണമെന്ന് ഹീസ് വില്ലിങ് എന്നാണ് തോന്നുന്നത്. അവരുടെ ആ പഴയ ബംഗ്ലാവിൽ പുള്ളി കാത്തിരിപ്പുണ്ട്.
ഒരു കാറ് പുള്ളി അയച്ചിട്ടുണ്ട്, അതില് വരാനാ പറഞ്ഞ. എന്റെ കാറിൽ വരാമെന്ന് ഞാൻ പറഞ്ഞപ്പോ അത് വേണ്ട, ആരും അറിയാൻ പാടില്ല ഈ മീറ്റിങ്ങിനെ കുറിച്ച്, പ്രത്യേകിച്ച് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു. ഒറ്റക്കൈ എന്റെ ബുദ്ധി തെളിഞ്ഞോ? ആ കുട്ടി സ്വൈര്യം കെടുത്തിട്ടുണ്ടാവും. വൈകാതെ പൊയ്ക്കളയാം. വേണ്ട. എന്താ വല്ല ചതി ഉണ്ടാവുന്ന? പോണ്ടാന്ന് പറഞ്ഞാ അത്രയും മനസ്സിലാക്കിയാ മതി. ടോപ്പ് ഇറ്റ് അപ്പ്. ചൊഴിക്കടാ. Cheers, my son. Cheers. ഇതൊരു മഹാഭാഗ്യമല്ലേ, തന്നോളം പോകുന്ന മകനെ ചിയേഴ്സ് പറഞ്ഞ് കള്ളു കുടിക്കുക. ഐ ഫീൽ പ്രൗഡ്. എന്താടോ നോക്കിയിരിക്കണേ, വെച്ച് കീറ്. ഇനി കിട്ടില്ല ചിലപ്പോ ഇതുപോലെ രാത്രി. കുടിച്ചടാ, എന്റെ പടച്ചോൻ പൊരുത്തപ്പെട്ടോളും. ഈശ്വര, എന്റെ മോൾക്ക് ദൈവം ആയുസ് കൊടുത്തില്ല കുറെ കൂടി. പറ്റാത്ത കണ്ണീര് പോലെ ആ സങ്കടം കൂടിയുണ്ട്. എന്നാലും ഇന്നിപ്പൊ സന്തോഷം തോന്നുന്നുണ്ട് എന്റെ ശിവനെ. ഇങ്ങനെ അയച്ച ഇവന്റെ കല്യാണം കൂടി കാട്ടി തന്നിട്ട് വിളിച്ചാ മതി നീ എന്നെ. ഹലോ, എവിടെ? ഒരു മിനിറ്റ്. താൻ ഇവന്റെ കുട്ടിയുടെ കല്യാണത്തിനും കാണും ഉപ്പ് വിളമ്പാൻ. തനിക്ക് മരണമില്ലടോ. എന്റെ കാലശേഷവും താൻ ഇവന് കൂട്ടുണ്ടാവണം. എനിക്ക് ഏതാണ്ട് വിസ തീർന്ന മട്ട കാണണ. എന്താ ഇയാളീ പറയണേ? നാക്കടക്കി വെക്കുക. മുണ്ടയ്ക്കൽ നയിച്ച കാറ് വന്നിട്ടുണ്ട്. മതി, ബാക്കി വന്നിട്ട്. എവിടേക്കാ? ഒരു ചെറിയ യാത്ര. തനിച്ചോ ഈ രാത്രിയില്? തന്നെ വിളിക്കാൻ നിവർത്തിയില്ല. എവിടേക്കാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ, നിങ്ങൾ കണ്ടിനെ, ഞാൻ എത്തി. അതെ, ഒന്ന് നിക്കുക. അച്ഛാ, വിളിക്കണ്ട, തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ വിളിച്ചാ നിക്കൂല. എവിടേക്കാന്ന് എന്നോട് പറ. ശേഖരൻ അയച്ച വണ്ടി ഞാൻ പോണു. എന്റെ മോന് പെണ്ണ് ചോദിക്കാൻ ഞാൻ തന്നെ അല്ലേടോ പോണ്ട്. വടോ, മുണ്ടയ്ക്കൽ നിന്നുള്ള വണ്ടിയാണോ? അതെ സാർ. ആ, കേറ്. ശരി. പിന്നെ ആരുമില്ലാതെ എനിക്ക് ശേഖരനെ ഒന്ന് കാണണം. പറഞ്ഞാ തീരുന്നാണെങ്കിൽ അങ്ങ് തീർക്കാടോ. ോ ഓ, സവാരി ഗിരിഗിരി. വന്നിട്ട് തന്നെ ഒന്ന് കാണണം കോന്തം വാര്യരെ. എന്താ ഇപ്പോ ഇയാളോട് പറയാ? അങ്ങോട്ട് തീരുമാനിക്ക, അങ്ങോട്ട് പോവാ. എന്താടോ നടുറോഡില് വണ്ടി നിർത്തിയിരിക്കണേ? പെട്രോളോ? എന്തായി കാണിക്കണേ? ആരാ അത്? ആ, ഞാനാണോ? ഉണ്ടക്കല്ലേ കുട്ടിയാ? ഉണ്ടക്കത്ര വാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. ഓ, നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തരക്കേടില്ല, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ,
നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വിട്. ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. പെട്രോള് കുളിച്ചാതെ നിപ്പ്. കാലം കുറയായി മുണ്ടക്കാർക്ക് സൗര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാനിന്ന് കത്തിക്കും. അവനെ, കാർത്തികേയനെ, അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയി എന്ന് അവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല, ഇനി വാല് പൊക്കിയാൽ അടുത്ത പണി അവനാ. എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിനിയുണ്ടാ നാക്കില്? അടുത്ത കാലിന് ചോര വരും. നെഞ്ചും കൂട് പൊളിഞ്ഞ് എന്റെ കുട്ടി പ്രാണം വിടും. വേണ്ട, എണീറ്റ് പോ. ചെറിയ പ്രായ തെരുവ് നായെ പോലെ വഴിയിൽ ചത്ത് മലച്ച് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അത് വലിയ കുറവാവും കുട്ടിയെ. പോ, നീറ്റ് പോടാ. മല്ലയുദ്ധത്തിന് ഇറങ്ങാം. തനിക്ക് പോന്നവനോട് ഇല്ലാച്ചാ പുറത്ത് മണ്ണ് പറ്റും.